യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ദൈവാനുനിമിഷം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ശൈത്യമല്ല, ദൈവം തമ്പുരാന്റെ കൃപ മാത്രമായിരിക്കാം നാം ജീവന്റെ മധ്യത്തിലായിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയത്തിന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ടിടയത്തിനും ആ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ ഭയപ്പെടാതെ ദൈവശബ്ദത്തിന്റെ മുൻപിൽ നാം പാത തുടരുക, അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് മുന്നോട്ട്, ദൈവശബ്ദത്തിന് മുന്നിൽ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുക. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം രാവിലെ നിങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും. മുന്നിലും പിന്നിലും വാതിലുകൾ അടയപ്പെട്ട് എങ്ങനെ യാത്ര ചെയ്യണമെന്നറിയാതെ, എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്നറിയാതെ എല്ലാം അടയപ്പെട്ട മേഖലയുടെ നടുവിലായിരിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് എന്തായി തീരും എന്നുള്ള, എല്ലാം തകർന്നു പോകുമോ, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും എന്നൊക്കെയുമുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവേ നീ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ പതറാതെ ഭയപ്പെടാതെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. നീ ഇതുവരെയും കാണാത്ത, നീ ഇതുവരെയും യാത്ര ചെയ്യാത്ത, നീ ഇതുവരെയും അനുഭവിക്കാത്ത ദൈവിക കരുതലുകൾ, സ്തോത്ര, സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയെത്തിര. അതേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാല ദൈവത്തിന്റെ ശക്തിയ ചിലത് സംഭവിക്കുവാനായിട്ടിടയെത്തിര. നിങ്ങൾ പുതിയ ചിലതിൽ കൂടി യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവശക്തിയ ചിലത് സംഭവിക്കുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. പതറിപ്പോണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. അതേ ദൈവം നിനക്ക് ശ്രേഷ്ഠകരമായിരിക്കുന്നത് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയാ. ഈ പകൽക്കാലം അത് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ 14 അധ്യായത്തിൽ നമുക്ക് കടന്നു വരുമ്പോ 15 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. സ്തോത്രം. യഹോവയെ ദൈവം മോശ മുഖാന്തരമായിട്ട് ഇസ്രായേൽ ജനതയോട് പറയുവാനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ മിസ്രൈം വരുന്നത് കാണുവാനായിട്ട് ഇടയെത്തിരുന്നപ്പോ അവർ ഭയപ്പെട്ടു. അവരെന്ത് ചെയ്യുന്നു? യഹോവയോട് നിലവിളിക്കുവാൻ തുടങ്ങിയെന്ന് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യഹോവയ ദൈവം ഇസ്രായേൽ ജനതയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എന്ന പല റൂട്ടുകൾ മാറ്റിവിട്ട് ദൈവം അവരെ യാത്ര നടത്തിക്കൊണ്ട് വരുമ്പോ, വഴി നടത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ മിസ്രൈമരുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കുകയും ഇവരെ പിൻപറ്റുവാനായിട്ട് ഇടയായി തീരുന്നു. ഇസ്രായേൽ ജനം തലപൊക്കി നോക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ പിന്നിൽ നിന്ന് വരുന്ന മിസ്രൈമിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ഏറ്റവും ഭയപ്പെട്ടു. കാരണം ഇനി പിന്നിൽ അവരുടെ ശക്തിയിൽ അകപ്പെട്ടു പോകുമോ, അവരുടെ കയ്യിലായി പോകുമോ, വീണ്ടും അടിമത്വത്തിലേക്കും ഞെരുക്കത്തിലേക്കും കഷ്ടത്തിലേക്കും വീണു പോകുമോ എന്നുള്ളൊരു ഭയം അവരെ അലട്ടുവാനായിട്ട് ഇടയായി തീർന്നു.
അത് മുഖാന്തരമായിട്ട് അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായി എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ മോശയ്ക്കെതിരെയും പിറുപിറുക്കുന്ന ഒരു അനുഭവമുണ്ട്. മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടു വന്നത്? ഇങ്ങനെയൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ അവിടെ കടന്നു വരുമ്പോ യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് മോശ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയല്ല. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. അവിടെ യഹോവയായ ദൈവം മോശ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്തോത്രം. അങ്ങനെയൊക്കെ പല വിഷയത്തിന്റെ മധ്യത്തിൽ ആകുലപ്പെടുന്ന, ഭയപ്പെടുന്ന, നിന്നെ ചിലതൊക്കെ വന്ന് അലട്ടുമെന്നുള്ള ഒരു ഭീതി നിന്റെ ജീവിതത്തിൽ അലട്ടുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നിന്നെ പിൻപറ്റി വരുന്ന ശത്രു സൈന്യത്തിന് സ്തോത്ര നിന്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയാതവണ്ണ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു അതിർവരം വിട്ട് നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ അടുത്ത് വരാൻ മാത്രമേ കഴിയത്തുള്ളൂ. നിന്നെ തൊടുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് അനുവദിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ചിലതിനകത്തുനിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചു പുറത്തു കൊണ്ടുവന്നു വീണ്ടും നിന്നെ അടിമത്വത്തിലേക്ക്, ഹല്ലേലൂയ, അതെ, അവരുടെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല എന്ന് ഈ പകൽക്കാലം തിരിച്ചറിയുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ ജനതയോട് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നാം നിൽക്കുന്ന ഇടത്ത് ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെത്തുന്ന യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാൾ കാണുകയല്ല. പ്രിയ ദൈവമൈതലേ, അവിടെ ഒറ്റ രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിനെ കണ്ട് ഭയപ്പെടുന്നത്. അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയല്ല. അങ്ങനെയൊക്കെ ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവപൈതലിനോട് ഞാൻ പറയട്ടെ, ചില നാളുകളായി, ചില മാസങ്ങളായിട്ട് നിന്നെ തകർക്കുവാൻ നോക്കുന്ന ചില മിസ്രൈമി ആധിപത്യ ശക്തികളെ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ദൈവം തമ്പുരാൻ നിർമൂലമാക്കുവാനായിട്ട് ഇടയെത്തുക. നീ ചിലതിനെ കണ്ട് ഭയപ്പെടുന്നില്ലേ? നിനക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ, നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ നീ പല വിഷയത്തിനകത്ത് ഭയപ്പെടുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഭയപ്പെടുന്ന വിഷയത്തെ നിന്റെ മുമ്പാകെ നിന്ന് ദൈവം എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീര. ചില രോഗങ്ങളാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? ചില പ്രയാസങ്ങളാണോ, ചില വിഷയങ്ങളാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതിനെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റും. ഇന്ന് കണ്ട മിസ്രൈമിനെ, ഇന്ന് നീ അനുഭവിക്കുന്ന ചില രോഗങ്ങളെ, ഇന്ന് നീ അനുഭവിക്കുന്ന ചില കടബാധ്യതകളെ, നീ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിലെ തകർച്ചകളെ, അതിന് കാരണമായ ശക്തികളെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ പകൽക്കാലം എടുത്തു കളയുവാനിടയെത്തുക. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയില്ല. ഹല്ലേലൂയ. അത് ഇനി ഒരു നാൾ കാണാതെ വേണം ചിലതിനെ ദൈവം നിന്റെ മുമ്പാകെ നീ എടുത്തു മാറ്റാം. നീ ഏത് വിഷയത്തിനകത്ത് എന്നാണോ ഏറ്റവും അധികം ഭയപ്പെടുവാനായിട്ട് ഇടയെത്തുക, ആ ദിവസം ഹല്ലേലൂയ നിന്റെ വീട് തന്റെ പകൽക്കാലമാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയെത്തിരും. ഇസ്രായേൽ ജന ഭയപ്പെട്ട രാത്രി തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ചില ദൈവിക പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. പ്രിയ ദൈവപൈതലേ സ്തോത്രം. ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവപ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് മിണ്ടാതിരിക്കുവാൻ ഇടയാക്കണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവസന്നദ്ധനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, സർവ യുദ്ധവീരനായിരിക്കുന്ന സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സൈന്യം വലുതായിരിക്കാം, പക്ഷേ അതിനെ തകർക്കുവാൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ നമ്മോട് കൂടെയുള്ള ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് നിന്നെ പിൻപറ്റുന്ന ചിലതിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യുദ്ധം നിന്റേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. നാം മൗനമായിട്ട്
ഇരിക്കേണ്ട ഇടത്ത് മൗനമായിട്ട് ഇരിക്കുവാൻ തയ്യാറായ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി യുദ്ധസന്നദ്ധരായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുവാനിടയായിത്തീര. ദൈവത്തിന് മൗനമായിട്ട് ഇരിക്കുവാൻ കഴിയില്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുവാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ അപ്പോൾ ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, പിന്നെ നോക്കിക്കഴിഞ്ഞ സ്തോത്രം, മിസ്രൈമിൽ കൂട്ടന് കടന്നു വരുന്നു. മുന്നിൽ ചെങ്കടൽ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോ യഹോവയെ ദൈവം മോശ മുഖാന്തരമായിട്ട് ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, അവരോട് മുന്നോട്ട് പോകാൻ പറയുക. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാക. നീ പതറിപ്പോകാതെ. ഹല്ലേലൂയ. മുന്നോട്ട് നിനക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം. നിന്നെ മുക്കിക്കളയുവാൻ നിൽക്കുന്ന ചെങ്കട നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. സ്തോത്ര, പിന്നെ നിന്ന് വന്നു കഴിഞ്ഞാ നീ കഴിഞ്ഞ നാളുകളിൽ അടിമത്വം അനുഭവിച്ച മേഖലക്ക് നിന്റെ പിറകിൽ കാണുമായിരിക്കാം. അത് നിന്നെ തകർക്കുമെന്നും അത് നിന്നെ പിടിച്ചു കൊള്ളയിടുമെന്ന് പറഞ്ഞ് കടന്നു വരുന്നുണ്ടായിരിക്കാം. ഇതിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ പ്രതിസന്ധിയുടെ നടുവേ നീ കേൾക്കുന്ന ഒരു ദൈവ ശബ്ദമില്ലേ, ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പേ നീ പതറിപ്പോകാതെ, ഭയപ്പെടാതെ, വിശ്വാസത്താൽ ചുവട് വയ്ക്കുവാൻ തയ്യാറാക. അവർക്ക് വേണ്ടി ആ ദൈവം ചെങ്കടലിനെ രണ്ടാക്കി വിഭാഗിക്കുവാനായിട്ടിടയെത്തുന്നത്, അവർക്ക് വേണ്ടി അവരെ പിൻപറ്റുന്ന മിസ്രൈമിനെ നശിപ്പിച്ച് കളയുവാനായിട്ടിടയായിത്തീരുന്നത്. നീ പതറി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ നീ വിശ്വാസത്തെ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക. നീ വിശ്വാസത്തെ ചുവട് വയ്ക്കുവാൻ തയ്യാറാക. നീ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാക. നീ പിന്നിലേക്ക് വലിയല്ല. ഹല്ലേലൂയ. നിന്റെ പിറകെ നിൽക്കുന്ന സൈന്യത്തെ കണ്ടുകൊണ്ട്, മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിനെ കണ്ടുകൊണ്ട് നീ പിറകിലേക്ക് പോകുകയല്ല. നീ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ പതറിപ്പോകാതെ നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറായ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലെ, നിന്നെ വിളിച്ചിറക്കിയത് ഹല്ലേലൂയ നീ പതറിപ്പോകുവാനല്ല, വിശ്വാസത്ത ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ചുവടുകൾ വയ്ക്കുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. അങ്ങനെ ചുവടുകൾ വയ്ക്കുന്ന ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ പതറാതെ ചുവട് വയ്ക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ചില ദൈവ പൈതങ്ങളെ ഹല്ലേലൂയ കർത്താവ് ഉപയോഗിക്കുവാനായിട്ടിടയെത്തിര. അവർക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാനായിട്ടിടയെ അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ടിടയത്തിനും അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, യഹോവയായ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ അവിടെ തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് ഇസ്രായേൽ ജനതയെ ദൈവം മുന്നോട്ട് യാത്ര നടത്തുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഇന്ന് നീ നിൽക്കുന്ന ചില പ്രശ്നത്തിന്റെ നടുവിൽ നീ കാണാത്ത ചില വഴികൾ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവരെ ആ ചെങ്കടലിന്റെ നടുവിൽ കൂടിയ ദൈവം കൊണ്ടുവന്നത് എന്റെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ചിലത് നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു വരുമ്പോ പതറിപ്പോകാറില്ലേ? എന്തുകൊണ്ട് കർത്താവേ എന്നെ ഈ യാത്രയിൽ ഇതിലെ മധ്യത്തിൽ കൊണ്ടുവന്നു? ഭാരപ്പെടണ്ട. നിന്റെ ദൈവം ആരാണെന്നും നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ആരാണെന്നും ദൈവത്തിന് തെളിയിക്കുവാൻ ചില സമയങ്ങളുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി ദൈവം നിന്നെ ചിലയിടത്തൂടെ കറക്കിക്കൊണ്ട് വരുവാനായിട്ടിടയെത്തിരും. അവിടെ നീ പതറിപ്പോക്കണ്ട. ഹല്ലേലൂയ. അവിടെ ചെങ്കടലിൽ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. പക്ഷേ അതിനകത്ത് മുങ്ങിപ്പോകുവാൻ ഇടയാകാത്തവണ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ടിടയായി തീർന്നു. യഹോവയെ ദൈവം മോശ പറഞ്ഞത് മുഖാന്തരമായിട്ട് അവരെന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുവാൻ തയ്യാറായി കഴിഞ്ഞു. മോശയോട് യഹോവയെ ദൈവം പറഞ്ഞു, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാൻ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. യഹോവയെ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. അവന്റെ കരത്തിലിരിക്കുന്ന വടി ഹല്ലേലൂയ കടലിന്റെ നടുവേ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. സ്തോത്രം.
അങ്ങനെ ചെയ്യുമ്പോ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ കടന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അനന്തരം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഇസ്രായേൽ ജനതയെ ദൈവം അക്കരെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. പ്രിയ ദൈവമക്കളെ, നീയും നിന്നെ തകർക്കുമെന്ന് പറയുന്ന ശത്രുവും തമ്മിൽ അടുക്കുവാൻ ഇടയാകാം. ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ നിന്നെ പിൻപറ്റി വരും, പക്ഷേ അത് നിന്നെ തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. അതിർവരമ്പുകളിട്ട് സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ട ടൈമിൽ വരെയും ഒരു ശത്രുവിന്റെ കരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്കെതിരായി ഇടിച്ചു കയറി വന്നിരിക്കാം, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് ചില വിഷയങ്ങൾ കടന്നു വന്നിരിക്കും, പക്ഷേ അതിനെ അതിർവരം പിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അത് നിന്റെ മീതെ കവയുവാൻ, അത് നിന്നെ തൊടുവാൻ, നിന്റെ ജീവിതത്തെ തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം. അവിടെ കാണുന്നു, മോശ കടലുമേ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റിക്കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. സ്തോത്രം. അന്ന് രാത്രി നടക്കുന്ന ഒരു വിടുതൽ. അവിടെ ഏത് രാത്രിയാണോ ഇസ്രായേൽ ജനം ഭയപ്പെടുവാനായിട്ടിടയായി തീർന്നത്, മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ കണ്ടുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന മിസ്രൈമ്യരെ കൂട്ടരെ കണ്ടിട്ട് എന്നാണ് അവർ ഭയപ്പെടുവാൻ തുടങ്ങിയത്? എന്നാണ് അവർ പതറാതെ മുന്നോട്ട് പോകാൻ ദൈവശബ്ദം കേട്ടത്? അതേ രാത്രി തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വഴി തുറക്കുവാനായിട്ടിടയായി തീർന്നു. അതേ സ്തോത്രം. അവരെ മുന്നിൽ നിന്ന് ചെങ്കടലിനെ രണ്ടായിട്ട് ദൈവം വിഭാഗിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം. ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഈ പകൽക്കാലം ഹല്ലേലൂയ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നീ ആകുലപ്പെടുന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചിലതിനെ വിഭാഗിച്ചു തരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. മോശ കടമേ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ഹല്ലേലൂയ. അതേ മുക്കിക്കളയുമെന്ന് പറഞ്ഞ കടലിനെ പിൻവാങ്ങിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവ പൈതലേ, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ചിലത് നിന്നെ വിട്ട് പിൻവാങ്ങി പോകുന്ന പകൽക്കാലം അത്രേ. നിന്നെ മുക്കിക്കളയുമെന്നും നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ നിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയാതെ, നിന്റെ മുമ്പാകെ നീ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ ചിലത് പിൻവാങ്ങി പോകുന്ന പകൽക്കാലം അത്രേ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിന്റെ വിഷയമായിരിക്കാം. നിന്നെ തകർത്തിട്ടേ കടന്നു പോകത്തുള്ളൂ, ഈ വിഷയത്തിനകത്ത് നിന്നെ മുക്കിക്കളഞ്ഞിട്ടേ കടന്നു പോകത്തുള്ളൂ എന്ന് പറയുമ്പോ, അതേ ദൈവത്തിന്റെ മഹാശക്തി വെളിപ്പെട്ട് കഴിയുമ്പോ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന പകൽക്കാല, ചിലത് പിൻവാങ്ങി പോകും. ഹല്ലേലൂയ. അതേ ദൈവശക്തി എവിടെ ചലിക്കുന്നുവോ അവിടെ ഈ ലോകത്തിലെ ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, അവർ പിൻവാങ്ങി പോകും. അങ്ങനെ ഈ പകൽക്കാല ചിലർക്ക് വേണ്ടി ദൈവശക്തി ചലിക്കാൻ പോകുക. ദൈവത്തിന്റെ മഹാശക്തിയുള്ള കാറ്റ് ചിലർക്ക് വേണ്ടി ഹല്ലേലൂയ ചിലർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് വേണ്ടി ഇന്ന് അടിക്കാൻ പോകുക. ചിലത് പിൻവാങ്ങി പോകും. ഹല്ലേലൂയ. നീ അവിടെ നോക്കും, അവിടെ കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കാമോ ദൈവപ്രവൃത്തിക്ക് വേണ്ടി? ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. ചിലത് പിൻവാങ്ങിപ്പോയപ്പോ
ഉണങ്ങിയ നിലമാക്കി. കാലെടുത്ത് വയ്ക്കാൻ കഴിയാതെ നിന്ന, നിലം തൊടുവാൻ കഴിയാത്തവണ്ണം നിന്ന വിഷയമായിരുന്നു. പക്ഷേ ആ വിഷയം പിൻവാങ്ങി പോകുവാനായിട്ടിടയായി തീർന്നപ്പോ അവിടെ ഒരു ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. അതെ, ചിലർക്ക് വേണ്ടി ചില ഉണങ്ങിയ നിലങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകിയ. ഹല്ലേലൂയ. അവിടെ കാണുന്നു, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും വേർപിരിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞു നിന്ന വെള്ളം രണ്ടായി പിരിഞ്ഞു മാറി. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവരെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ വിഷയം, ഹല്ലേലൂയ, അവരെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ ആ ചെങ്കടൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടായി പിരിഞ്ഞു മാറിയിട്ട്, ഹല്ലേലൂയ, അവരെ എന്ത് ചെയ്യുന്നു? അവർക്ക് മതിലായി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നീ ഏത് വിഷയത്തിനകത്താണ് ഭയപ്പെട്ടത്? ആ വിഷയത്തെ ദൈവം നിനക്ക് മതിലാക്കി നിർത്താൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. നീ ഭയപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഇനി ഭയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയാത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുമോ? ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഒരിക്കലും അവിടെ സംഭവിക്കാൻ അല്ലെങ്കിൽ സാധ്യത ഇല്ലാത്തതാണ്. അവിടെ സ്തോത്രം, ഈ കടൽ പിൻവാങ്ങി പോകുക, നില ഉണങ്ങുക, ഇല്ലെങ്കിൽ വെള്ളം തമ്മിൽ വേർപിരിയുക, ഇത് ഒരിക്കലോ ഒരു മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ അളവ് കൊണ്ടോ നമുക്ക് വർണ്ണിക്കുവാനോ തൂക്കി നോക്കുവാനോ കഴിയാത്തവണ്ണം ആയിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പക്ഷേ അവിടെ ദൈവത്തിന്റെ ശക്തിയാ അത് ചിലത് സംഭവിക്കുവാൻ തയ്യാറായെങ്കിൽ ഇന്ന് എന്നെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരിക്കലും ഇനി സംഭവിക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്ത് ദൈവശക്തിയാ ചിലത് സംഭവിക്കാൻ പോകിയ. ഈ പറയുമ്പോ ഹല്ലേലൂയ, ഈ ദൂതനോട് എത്ര പേർക്ക് പ്രതികരിക്കുവാനായിട്ട് കഴിയാ? എന്റെ ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ഹല്ലേലൂയ. നിന്റെ മുന്നിൽ നിൽക്കുന്ന ചില ചെങ്കടലുകൾ രണ്ടായിട്ട് പിരിയാൻ പോകിയ. സ്തോത്ര. ചിലത് പിൻവാങ്ങി പോകിയ. സ്തോത്ര. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു നിന്ന വിഷയങ്ങൾ 2025 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ വിട്ട് പിന്മാറി പോകുന്ന മാസമത്രേ. ഹല്ലേലൂയ. നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. അതങ്ങനെ വിശ്വസിക്കുക. സ്തോത്ര. മാനുഷിക ബുദ്ധികൾ വിട്ടുകളയുക. മാനുഷിക ബുദ്ധി കൊണ്ട് അളന്നു വച്ചിരിക്കുന്ന മേഖലകൾക്ക് ഈ പകൽക്കാലം ഒരു അറുതി വെച്ചിട്ട് നീ പറയുക, ഇതിനകത്ത് ദൈവശക്തിയാ ചിലത് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. നീ ചിലതിനകത്തു കൂടി നടക്കാൻ പോകിയ. നീ ചിലതിനകത്തു കൂടി വാഗ്ദത്തത്തിലേക്ക് കടക്കാൻ പോകിയ. പലതും പറഞ്ഞില്ലേ, നീ വാഗ്ദത്തത്തിലേക്ക് കടക്കത്തില്ല. ഹല്ലേലൂയ. ചിലതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് കാണാം. പക്ഷെ മുന്നിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് പലരും പറഞ്ഞില്ലേ, ഇതവനെ മുക്കുവാനായിട്ടുള്ളതാ, ഇതവനെ തകർക്കുവാനായിട്ടുള്ളതാ, ഇതിന്ന് അവൻ രക്ഷപ്പെട്ടു പോകില്ല എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ കടന്നു വന്ന ചെങ്കൽ എന്തിനെന്ന് ചോദിച്ചാ, നീ ആയിരുന്ന അടിമത്തത്തിലായിരുന്ന ഇടത്ത് അവർ തിരിച്ചറിയണം, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന്. നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, മഹാശക്തി കൊണ്ട് ചിലതിനെ പിൻവാങ്ങിച്ച് കളയുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവം. കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഉള്ളതെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രേ. ഹല്ലേലൂയ. അതേ, നമ്മുടെ ദൈവമാരാ? യുദ്ധവീരനായ ദൈവം. ഹല്ലേലൂയ. ആ യുദ്ധവീരനായിരിക്കുന്ന ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവന്റെ മൂക്കിലെ ശ്വാസത്ത വെള്ളം ഒന്നിച്ചു കൂടി എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവപൈതലേ, ഈ പൽക്കാലം ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ അകത്ത് ഒരു വിടുതൽ ദൈവശക്തിയെ സംഭവിക്കും. ഹല്ലേലൂയ. അതങ്ങനെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയാ.
ഓ ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരുടെ ശക്തിയാലല്ല, ഞാൻ പറഞ്ഞല്ലോ, സൈന്യത്താലെ ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാ. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുക. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ചിലതിനെ വിഭാഗിച്ചു കളയും. നിനക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന പകൽക്കാലം എത്ര. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവമേ, നിനക്ക് വേണ്ടി തുറക്കുന്നത് സ്പെഷ്യലായിട്ടായിരിക്കും. ഹല്ലേലൂയ. അതിൽ കൂടി നിന്നെ പിൻപറ്റുന്ന ശക്തിക്ക് കൂടി കടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. ആ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിടുതലയച്ചിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുലർച്ചെ കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. നിന്റെ വിടുതൽ നീ പുറത്തു വന്നു കഴിഞ്ഞാ പിന്നെ അത് അവിടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ള വിടുതൽ ദൈവം സ്പെഷ്യലായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതാ. അതിൽ മറ്റുള്ളവർക്ക് അനുഭവിക്കാമെന്ന് വിചാരിച്ച ദൈവം അത് വച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഒറ്റ രാത്രി നീ ഭയപ്പെട്ട, നിന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കടന്നു വന്ന ആ മിസ്രൈമി കൂട്ടരെയും നിനക്ക് മുന്നിൽ നിന്ന ചെങ്കടനെ കണ്ട് നീ ഭയപ്പെട്ട് കാണുമായിരിക്കും. പക്ഷേ നിനക്ക് വേണ്ടി തുറക്കുന്നത് ദൈവപൈതലെ നീ സ്പെഷ്യലാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചലിക്കുന്നത് ദൈവശക്തിയാലാണ്. ഹല്ലേലൂയ. ആ ദൈവശക്തി നിനക്ക് വേണ്ടി ചലിക്കുമ്പോ അതേ ചെങ്കടൽ രണ്ടായിട്ട് മാറും. ഹല്ലേലൂയ. നിന്നെ പിൻപറ്റുന്ന ശക്തികൾ നിലം പരിചയായി തീരുവാനായിട്ട് ഇടയായി തീരാ. അങ്ങനെ ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ പ്രതിസന്ധിയുടെ നടുവേ നീ പതറിപ്പോകാതെ, ഭയപ്പെടാതെ, നീ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക. ഇസ്രായേൽ ജനം വിശ്വാസത്ത ചെങ്കടി കാലെടുത്ത് വയ്ക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവര് വാഗ്ദത്തത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയെത്തുന്നു. അക്കരെ കടക്കുവാനായിട്ട് ഇടയെത്തുന്നു. വയ്ക്ക് നിന്റെ ജീവിതത്തിൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നീ മുമ്പിൽ പതറിപ്പോകാതെ ദൈവശബ്ദത്തിൽ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാക്ക. ഞാൻ കേട്ടത് ദൈവശബ്ദം തന്നെയാണോ? ഇത് പ്രശ്നമല്ലേ? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ പതറിപ്പോകാതെ നീ കേട്ട ദൈവശബ്ദത്തിന് മുമ്പേ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. ചെങ്കടലിൽ മുക്കിക്കളയുന്ന ഒരു ദൈവമല്ല. അല്ലെ, ഫറവോന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് എത്ര തന്നെ വലിയ ചെങ്കടൽ ഉണ്ടെങ്കിൽ, ചെങ്കടൽ സമമായ വിഷയമായാലും അതിനെ പിന്തിരിപ്പിച്ചു കളഞ്ഞിട്ട് നിലം ഉണക്കി വെച്ചുകൊണ്ട് ഹല്ലേലൂയ വേർപിരിക്കേണ്ടതിന് വേർപിരിച്ചു കളഞ്ഞുകൊണ്ട് രക്ഷാ കവചമായി നിർത്തേണ്ടതിനെ രക്ഷാ കവചമാക്കി നിർത്തിക്കൊണ്ട് നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം വിശ്വസിക്ക. ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിന്റെ ശക്തിയാ ഒരു അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നീ ചില വിഷയത്തിനകത്ത് പകൽക്കാലം ഭയപ്പെടുന്നില്ലേ? ഇതിനകത്ത് ഞാൻ എങ്ങനെ കർത്താവേ, ഇതിനകത്ത് എങ്ങനെ കർത്താവേ ഞാൻ മുന്നോട്ട് പോകുമെന്ന് നീ ചോദിക്കുന്ന ചില വിഷയത്തിനകത്ത് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാ ചിലത് സംഭവിക്കാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യരുടെ കയ്യാലല്ല, മനുഷ്യരുടെ ശക്തിയല്ല. നാം ചിന്തിക്കുക, ഒരു മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രിയല്ല, 2 രാത്രിയല്ല, എത്ര രാത്രി എടുത്താലും ആ ചെങ്കടലിനെ രണ്ടായിട്ട് മാറ്റാൻ കഴിയത്തില്ല. അവിടെ ഉണങ്ങിയ നിലമാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു വാക്ക് കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടായെങ്കിൽ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാക്കിനാ, ആ ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും സംഭവിക്കാത്ത ചില അത്ഭുത പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക. പ്രിയ ദൈവ പൈതലേ, പ്രതികൂലം നിന്നെ തകർക്കുവാനല്ല, പ്രതികൂലത്തിന്റെ നടുവേ നീ ദൈവശബ്ദം കേൾക്കുക. ആ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നീ വിശ്വാസത്തെ ചുവട് വയ്ക്കുക. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തിയ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോ കർത്താവേ, ദൈവത്തിന്റെ ശക്തിയാ ചില അത്ഭുത പ്രവർത്തികൾ തന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ചിലതിനെ രണ്ടായിട്ട് ഭാഗിച്ചു കൊടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ചില ശക്തികൾ പിന്തിരിഞ്ഞ് മാറട്ടെ.
കർത്താവെ, ചിലതിനെ നിലം പരിചയാക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഇവര് വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടി തന്റെ മഹാശക്തി കൊണ്ടൊരു കിഴക്കൻ കാറ്റടിപ്പിച്ച് കടലിനെ രണ്ടാക്കി വിഭാഗിച്ചു കൊടുത്ത സർവശക്തനായ ദൈവ മുന്നിൽ കർത്താവ് നിൽക്കുന്ന ചെങ്കടൽ പോലുള്ള വിഷയത്തിന്റെ നടുവിൽ സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ഇതെന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ കർത്താവെ, തന്റെ ജനത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവശക്തി ചലിക്കട്ടെ. തന്റെ മഹാശക്തി തന്റെ ജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഇവർക്ക് വേണ്ടി വാടിക തുറക്കട്ടെ. ഇവരിതുവരെയും കാണാത്ത അത്ഭുത പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് സംഭവിക്കട്ടെ. ഈ പകൽക്കാലം ചില ദൈവിക പ്രവർത്തികൾ അത്ഭുതമായി വെളിപ്പെട്ടു വരുന്ന പൽക്കാലമായി തീരട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.